അകത്ത് ലീഡ് ഉയർത്തുന്നുണ്ട് കേട്ടോ മുകേഷ്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ ലീഡ് നിലനിർത്തി പോകുന്നുണ്ട്. ഹൈബി ഈഡൻ തുടക്കം മുതൽ തന്നെ പോസ്റ്റൽ വോട്ടുകളിൽ മുന്നിലാണ് എറണാകുളത്ത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മുന്നിലാണ്. പക്ഷേ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റൽ വോട്ടിലെ അനിഷേധ്യമായ ലീഡ് കഴിഞ്ഞ തവണ, ഇപ്പോൾ നമ്മൾ ഡീൻ കുര്യാക്കോസിന്റെ ഒക്കെ കാര്യത്തിൽ പറയുന്നത് പോലെ ഒരു ലീഡാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത്. ഇത്തവണ അത് പല മടങ്ങ് താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത് വോട്ടിംഗ് മെഷീനിലെ വോട്ടുമായി താരതമ്യം ചെയ്യാവുന്നതുമാണ്. രാഹുൽ ഗാന്ധിയോടുള്ള പ്രിയം വയനാടിന് കുറയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും വലിയൊരു ചർച്ചാ വിഷയമായി മാറാവുന്നതാണ്. കണ്ണൂരിൽ എം.വി. ജയരാജൻ മുന്നിൽ എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ. കെ സുധാകരൻ ലീഡ് എന്ന് ഇതുവരെയും പോസ്റ്റൽ വോട്ടുകളുടെ സമയത്ത് വന്നിരുന്നില്ല. പാലക്കാട് എ വിജയരാഘവൻ മുന്നിൽ, വടകരയിൽ ശൈല ടീച്ചർ മുന്നിൽ, ആലപ്പുഴയിൽ UDF മുന്നിൽ, പത്തനംതിട്ടയിൽ LDF മുന്നിൽ, കാസർഗോഡ് 217 വോട്ടിന്റെ ലീഡ് കൂടി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ. എനിക്ക് തോന്നുന്നു വോട്ടിംഗ് മെഷീനിൽ വോട്ടുകൾ തുടങ്ങി കാണും അല്ലേ? എണ്ണി തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പോൾ UDF ലീഡ് ഇടുക്കിയിൽ 3200 ആയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. തിരുവനന്തപുരത്ത് EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു. നിർഭന സൂചിപ്പിച്ചത് എല്ലാ മണ്ഡലങ്ങളുടെയും ഒരു പൊതുവിവരമായി തന്നെ സ്വീകരിക്കാവുന്നതാണ്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് മെഷീനിലേക്ക് വോട്ടെണ്ണൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 8:30 മുതലാണ്, ഇപ്പോൾ 8:35 പിന്നിട്ടിരിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആദ്യ റൗണ്ടുകൾ അധികം വൈകാതെ തന്നെ അതിൻ്റെ ലീഡിലേക്ക് കൃത്യമായി നമ്മൾക്ക് എത്താനാകും എന്നുള്ളത് കൂടി അറിയാം. കാരണം ഇതിൻ്റെ എല്ലാ 7 ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള ആദ്യ റൗണ്ടിലേക്ക് ഒരുപോലെ എണ്ണിപ്പോവുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് ആ പ്രോസസ്സ് അവിടെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഏതായാലും അതോടുകൂടി അതാണ് പറയുന്നത്, 8:45 ആദ്യ ഫലസൂചനകൾ അറിയാം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആ ഫലസൂചനകൾ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ പക്കൽ നിന്നും ലഭിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയും. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു വിവരമാണ് അറിയാനായി ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്ന വിവരങ്ങൾ 10-10 എന്ന നിലയിൽ ഇരു മുന്നണികളും വീതിച്ചെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും ലീഡ് നിലയിൽ. രാവിലെ നമ്മൾ 8 മണിക്ക് ആരംഭിച്ച് 8:45 8:45 കടക്കുന്ന ഈ സമയത്ത് 10 മണ്ഡലങ്ങളിൽ LDF, 10 മണ്ഡലങ്ങളിൽ UDF എന്നുള്ളതാണ് കേരളത്തിലെ സ്ഥിതി എന്നുള്ളതാണ്. 137 ഇന്ത്യ മുന്നണി, 270 NDA മുന്നണി എന്നുള്ളതാണ് രാജ്യത്തെ പൊതുസ്ഥിതി. ലീഡുമായി ബന്ധപ്പെട്ട് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാനാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഓരോ മണ്ഡലങ്ങളായി നോക്കിയാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ ലീഡ് ചെയ്യുന്നു, കൊല്ലത്ത് മുകേഷ് ലീഡ് ചെയ്യുന്നു, ആറ്റിങ്ങലിൽ വി ജോയ് ലീഡ് ചെയ്യുന്നു, പത്തനംതിട്ടയിൽ തോമസ് ഐസക് ലീഡ് ചെയ്യുന്നു, ആലപ്പുഴയിൽ KC വേണുഗോപാൽ ലീഡ് ചെയ്യുന്നു, ഡീൻ കുര്യാക്കോസ് ബഹുദൂരം മുന്നിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പോസ്റ്റൽ വോട്ടിന്റെ 3315 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. അതങ്ങനെ നിൽക്കുന്നു. കോട്ടയത്ത് ചാഴികാടൻ പിന്നിലാണ്, ഫ്രാൻസിസ് ജോർജ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം നേരത്തെ വന്നിരുന്നു. അത് അങ്ങനെ ഓരോ മണ്ഡലങ്ങളായി കടന്നു പോകുമ്പോൾ ചാലക്കുടിയിൽ രവീന്ദ്രനാഥ് ലീഡ് ചെയ്യുന്നു, സുനിൽകുമാർ ലീഡ് ചെയ്യുന്നു എന്ന വിവരം നമ്മുടെ മുമ്പിൽ തുടക്കം മുതലുണ്ട്. സുരേഷ് ഗോപി ഇടയിൽ മിന്നായം പോലെ വന്ന് പോയതുകൊണ്ടാണ്. പക്ഷേ കെ മുരളീധരനെ കണ്ടതേയില്ല. കെ മുരളി, അതാണ് പറഞ്ഞു, ഒരു ഘട്ടത്തിൽ പോലും, ഒരു മിനിറ്റിൽ പോലും അദ്ദേഹത്തിന്റെ ലീഡുമായി ബന്ധപ്പെട്ട ഒന്നും വന്നിരുന്ന മുരളീരവം പോസ്റ്റൽ ബാലറ്റിൽ കാണാനില്ല. ഏതായാലും എണ്ണി വരട്ടെ, നമുക്ക് നോക്കാം.